ഡോക്ടർ ഏത് അവസ്ഥയിലാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നൊരു ഡോക്ടർ ഡിസൈഡ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിറോസിസ് ആയിട്ടുള്ള രോഗിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് നിർദ്ദേശിക്കുന്നത് തന്നെ അയാളുടെ ശരീരത്തിൻ്റെ മറ്റ് അപചയ പ്രവർത്തനങ്ങൾ ഉള്ള ലിവർ കൊണ്ട് നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് 80% ലിവർ നശിച്ചു പോകുന്നൊരു ഘട്ടമാകുമ്പോഴത്തേക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ്. പക്ഷേ അതിനൊരു നിശ്ചിതമായ ക്രൈറ്റീരിയ, മെൽഡ് സ്കോർ എന്നാണ് നമ്മുടെ സയൻറ്റിഫിക് ഭാഷയിൽ പറയുന്നത്. ആ സ്കോർ നോക്കിയിട്ട് ആ സ്കോറിനനുസരിച്ചിട്ടുള്ള സ്കോർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നിർദ്ദേശിക്കുക. ഈ ട്രാൻസ്പ്ലാന്റ് എത്ര തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റ് ഉണ്ട്? 2 തരത്തിലാണ് മെയിനായിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് എന്നാണ്. അതായത് ലിവിങ് ഡോണർ, LDLT എന്ന് പറയും, ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ മകൾ ഇവരിൽ നിന്നും ലിവർ ചെയ്ത് അവരുടെ ലിവർ നോർമലാണെങ്കിൽ അവരുടെ പകുതി ലിവർ എടുത്ത് മാറ്റിവെക്കാം. അതുപോലെ തന്നെ കഡാവറിക് ട്രാൻസ്പ്ലാന്റ്, അതായത് ഒരു മരണപ്രായമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്രെയിൻ ഡെത്തൊക്കെ ആയിട്ടുള്ളവരിൽ നിന്നും ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ലിവറും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് ലിവർ എടുത്തു മാറ്റി ഈ രോഗിക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ 2 തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റാണ്. സക്സസ് റേറ്റ് കൂടുതൽ ഏതിലാണ്? രണ്ടും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം LDLT ആണ് നടന്നു വരുന്നത്. അതായത് LDLT എന്ന് പറഞ്ഞാൽ ലിവിങ് റിലേറ്റഡ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അവയവ കച്ചവടമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഡാവറിക് ട്രാൻസ്പ്ലാന്റ്, അതായത് ഡെഡ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ട്രാൻസ്പ്ലാന്റ് കുറഞ്ഞിരിക്കുന്നതും LDLT കൂടി വരുന്നതും. രണ്ടും ഏകദേശം നല്ല ഒരു ഡോണറാണെന്നുണ്ടെങ്കിൽ LDLTയും DDLTയും ഒരേപോലെ റിസൾട്ട് നൽകുന്നതാണ്. പക്ഷേ പൊതുവെ അത് വെച്ച് നോക്കുമ്പോൾ പൊതുവെ കഡാവറിക് യങ് പേഷ്യൻറ്റിനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഡാവറിക് ആയിരിക്കും കൂടുതൽ, കാരണം മുഴുവൻ ലിവർ എടുത്ത് മാറ്റാമല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നല്ലൊരു ഡോണർ, അത് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? സ്യൂറ്റബിൾ ആയിട്ടുള്ള ഡോണർ അത് ഈ ഡോണറിൻ്റെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിവറിന് എത്രത്തോളം വലിപ്പമുണ്ട്, അതിനകത്ത് മറ്റ് ഫാറ്റി ലിവറോ മറ്റ് രക്തചംക്രമണത്തിനകത്തുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആവണം. അത് പക്ഷേ ലിവറിൻ്റെ കേടാണോ അല്ലേ എന്നുള്ളത് അല്ല ഒഴിച്ചിരിക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയാലും മാത്രമേ ചെയ്യാനും പാടുള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ അത് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് അല്ല, അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർ നന്നായിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ. അപ്പം ലിവർ നല്ലതായിരിക്കണം, മാച്ച് ചെയ്യുന്ന ബ്ലഡ് തന്നെയായിരിക്കണം.